നമസ്കാരം. അകമ്പുറത്തിലേക്ക് സ്വാഗതം. മുത്തലാഖും യൂണിഫോം സിവിൽ കോഡും ഒന്നല്ല രണ്ടെന്ന് സുപ്രീം കോടതി. മുത്തലാഖ് മനുഷ്യാവകാശ പ്രശ്നമെന്നും കോടതി. സുപ്രീം കോടതി വിധിക്കും മുൻപ് MES പ്രസിഡന്റ് ഡോക്ടർ ഫസൽ ഗഫൂർ, അധ്യാപകനും എഴുത്തുകാരനുമായ ഡോക്ടർ അഷ്റഫ് കടക്കൽ, ഭാരതീയ വിചാരകേന്ദ്രം സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് അഞ്ജന ദേവി. സ്വാഗതം എല്ലാവർക്കും. മുത്തലാഖ്, ബഹുഭാര്യത്വം, ഹലാല നിക്കാഹ്, ഈ മുസ്ലിം ആചാരങ്ങൾക്കെതിരായ ഒരു കൂട്ടം പരാതികൾ പരിഗണിച്ചുകൊണ്ടിരിക്കുകയാണ് സുപ്രീം കോടതി. മുസ്ലിം സ്ത്രീകൾ തന്നെയാണ് ഇതിൽ പല പരാതികളും നൽകിയിരിക്കുന്നത്. ഉത്തർപ്രദേശ് തിരഞ്ഞെടുപ്പിന് ശേഷം ഏകീകൃത സിവിൽ കോഡിനു വേണ്ടിയുള്ള വാദങ്ങളും ശക്തമാകുന്നു. ഇന്ത്യക്ക് വേണ്ടത് എന്താണ്? വ്യക്തി നിയമങ്ങളുടെ കാലാനുസൃതമായ പരിഷ്കരണമോ, യൂണിഫോം സിവിൽ കോഡോ, അതോ ഇതൊന്നുമല്ലാത്ത ജെൻഡർ ജസ്റ്റിസ് കോഡോ? അഡ്വക്കേറ്റ് അഞ്ജന, എന്താണ് ഈ യൂണിഫോം സിവിൽ കോഡ്? അതായത് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം നമുക്കറിയാം, ഇന്ത്യയുടെ ഭരണഘടനയുടെ അന്തസ്സത്ത എന്ന് പറയുന്നത് എല്ലാ വ്യക്തികൾക്കും, അതിനകത്ത് പറയുന്നുണ്ട് ജാതി മത പരിഗണനകൾ, അതായത് വർണ്ണം, വർഗം, ദേശം, ഭാഷ, ലിംഗം, ഇങ്ങനെയുള്ള എല്ലാ പരിമിതികളും മാറ്റിവെച്ചുകൊണ്ട് എല്ലാ വ്യക്തികളെയും തുല്യമായിട്ട് കാണുന്നതിനുള്ള അവസരം ഭാരതത്തിന്റെ പൗരന്മാർക്ക് കിട്ടണം. ഇതാണ് ഇന്ത്യൻ ഭരണഘടന മുന്നോട്ട് വയ്ക്കുന്ന തത്വം എന്ന് പറയുന്നത്. അപ്പോൾ ആ തത്വത്തിൽ അവരുടെ പ്രോപ്പർട്ടി ഡിസ്പ്യൂട്ടുകൾ വരാം, അല്ലെങ്കിൽ അവരുടെ എന്താ നമ്മൾ പറയുക, സിവിലായിട്ടുള്ള എല്ലാ വ്യവഹാരങ്ങളും കോടതിയുടെ ഭാഷയിൽ പറഞ്ഞാൽ അത് ശരി, അത് വ്യക്തമാണ്. അപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് മതങ്ങൾ, ഒരുപാട് ജാതികൾ, ഒരുപാട് സമുദായങ്ങൾ, ഒരുപാട് ഭാഷകൾ, ഒരുപാട് സംസ്കാരങ്ങൾ, ഒരുപാട് സംസ്ഥാനങ്ങൾ, വിവിധങ്ങളായ ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങൾ, ഇങ്ങനെയുള്ള ഒരു പശ്ചാത്തലത്തിൽ ഇതിനെ മുഴുവൻ നമ്മൾ ക്രോഡീകരിക്കുമ്പോൾ അല്ലെങ്കിൽ ഇതിനെ ഏകീകരിക്കുമ്പോൾ എന്തായിരിക്കും നമ്മുടെ മാനദണ്ഡം? വിജയകരമായിട്ട് യൂണിഫോം സിവിൽ കോഡ് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന സംസ്ഥാനമാണ് ഗോവ. ആ ഗോവയിൽ നമുക്കറിയാം എല്ലാ വിഭാഗത്തിലുള്ള മതവിഭാഗങ്ങളുണ്ട്. ഈ പറഞ്ഞിട്ടുള്ളതിൻ്റെയൊക്കെ ഒരു ക്രോസ് സെക്ഷൻ നമുക്ക് ഗോവയിൽ കാണാൻ പറ്റും. അത് വിവാഹ നിയമങ്ങളിലാകാം, വസ്തു നിയമങ്ങളിലാകാം, ദത്തെടുക്കൽ നിയമങ്ങളിലാകാം. അങ്ങനെയാണെങ്കിൽ ഈ വിവിധ മതവിഭാഗങ്ങളിൽ വിവിധ വ്യക്തി നിയമങ്ങളാണ് ഇതുവരെ നടപ്പിലാക്കുന്നത്. അപ്പോൾ ഒരു പെർട്ടിക്കുലർ കാര്യത്തെ സംബന്ധിച്ചിടത്തോളം, ഉദാഹരണം വിവാഹം, ആ വിവാഹത്തിൽ അത് ഏകീകരിക്കുമ്പോൾ നമ്മൾ ഏത് മതത്തിൻ്റെ വ്യക്തി നിയമമായിരിക്കും നമ്മൾ സ്വീകരിക്കുക? മുത്തലാഖിൻ്റെ വിഷയത്തിൽ നിന്നുകൊണ്ടെന്ന് പറഞ്ഞോട്ടെ, ഇപ്പം ഒരു 3 തവണ തലാഖ് എന്ന് പറഞ്ഞാൽ വിവാഹമോചനമാകുന്നു എന്ന് പറയുന്നത് അത് അവർ തന്നെ, അല്ലെങ്കിൽ മതപണ്ഡിതന്മാർ തന്നെ പലരും സമ്മതിക്കുന്നുണ്ട്, കാലാഹരണപ്പെട്ടതാണ്, അല്ലെങ്കിൽ സമൂഹത്തിന്റെ മുന്നോട്ടുള്ള പോക്കിന് അനുസരിച്ചിട്ടുള്ള ഒരു നിയമമല്ല. നിരോധിക്കാൻ സാധ്യതയുണ്ട്. മുത്തലാഖ് നിരോധിച്ചാൽ പ്രശ്നം തീരുമെങ്കിൽ മുത്തലാഖിനെ മാത്രം നിരോധിച്ചാൽ മതി. ഞാനൊരു ഉദാഹരണമായിട്ട് പറഞ്ഞാണ്. അപ്പൊ നമ്മള് ഈ 3 തരം പ്രധാന മതങ്ങളിൽ നിന്ന് ഒരു വിവാഹത്തെ സംബന്ധിച്ച് നിയമം ഉണ്ടാക്കുമ്പോൾ ആ 3 മതങ്ങളിൽ ഏത് മതത്തിന്റെ വ്യക്തി നിയമമാണോ നല്ലത് അതാണ് ഞാൻ പറഞ്ഞത്. അത് എങ്ങനെയാണ് യൂണിഫോം സിവിൽ കോഡ് ഈ 1947 വന്ന നിർദ്ദേശ തത്വം, 50 നമ്മൾ റിപ്പബ്ലിക് ആകുന്ന സമയത്ത് വന്ന ഒരു നിർദ്ദേശമാണിത്. ഇത്രയും 10-66 വർഷം പിന്നിട്ടിട്ട് നമ്മളത് നടപ്പിലാക്കിയിട്ടില്ല, ചർച്ച ചെയ്യുന്നതേ ഉള്ളൂ. അത് എങ്ങനെയാണ് നടപ്പിലാക്കാൻ പോകുന്നത് എന്നതിനെ കുറിച്ച് സമൂഹത്തിനുള്ളതുപോലെയുള്ള ആശങ്ക എനിക്കുമുണ്ട്. പക്ഷേ അതിനകത്ത് കാലാനുസൃതമല്ലാത്ത, കാലാഹരണപ്പെട്ട കാര്യങ്ങളിൽ പൊളിച്ചെടുത്ത് വേണം എന്നാണ് എന്നെ പോലെയുള്ള ആൾക്കാരുടെ ആവശ്യം. ശരി, ഒറ്റ കാര്യം, അങ്ങനെയാണെങ്കിൽ ഹിന്ദു മാരേജ് ആക്ട് അനുസരിച്ച് ഹിന്ദു വിവാഹങ്ങൾ ഒരു സേക്രഡ് കോൺട്രാക്റ്റ് ആണ്, അല്ലെങ്കിൽ ഒരു ഡിവൈൻ കോൺട്രാക്റ്റ് ആണ്. അതേസമയം മുസ്ലിം മാരേജ് അല്ലെങ്കിൽ വിവാഹം എന്ന് പറയുന്നത് ഒരു സിവിൽ കോൺട്രാക്റ്റ് ആണ്. സ്ത്രീകൾക്ക് മഹർ കൊടുക്കണം എന്ന് പറയുന്നു. മറ്റൊരു മതത്തിലും അങ്ങനെ പറയുന്നില്ല. അപ്പോൾ നമ്മൾ എടുക്കുമോ? മെഹർ എന്ന് പറയുന്ന മുസ്ലിങ്ങളുടെ ഒരു നല്ല ആചാരത്തെ നമ്മൾ ഈ വ്യക്തി നിയമം ഏകീകരിക്കുമ്പോൾ അതിലേക്ക് എടുക്കാൻ വ്യക്തിപരമായി താങ്കൾക്ക് സമ്മതമാണ്? സ്ത്രീധനം എന്ന് പറയുന്ന ഇന്ന് നമ്മുടെ സമൂഹത്തിൽ ഒളിഞ്ഞും തെളിഞ്ഞുമുള്ള ആ ആചാരത്തിനെതിരെ ശക്തമായ വിയോജിപ്പ് രേഖപ്പെടുത്തുന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ട് തന്നെ സ്ത്രീകളുടെ പദവിക്ക് അല്പമെങ്കിലും ഉയർച്ച കിട്ടുന്ന ഒരു സമ്പ്രദായം നിയമം മൂലം നമ്മുടെ നാട്ടിൽ നടപ്പിലാക്കുകയാണെങ്കിൽ അതിനെ തീർച്ചയായും സ്വാഗതം ചെയ്യുക, അല്ലാതെ അത് തെറ്റാണ്, അത് വേറെ ഏതെങ്കിലും ഒരു മതത്തിൽ നിന്ന് എടുത്തതാണ്, അതുകൊണ്ട് അത് ഈ നിയമത്തിൽ അത് ഉണ്ടാകാൻ പാടില്ല എന്ന അഭിപ്രായമൊന്നും എനിക്ക്. ഡോക്ടർ ഫസൽ ഗഫൂർ, ഇത്ര വിശാലവും ഇത്ര മതേതരവുമായ ഒരു യൂണിഫോം സിവിൽ കോഡ് മുന്നോട്ട് വെക്കാനാണ് ഒരുപക്ഷെ ഇവിടുത്തെ ഭൂരിപക്ഷ ജനവിഭാഗങ്ങൾ ശ്രമിക്കുന്നത്. അതിനെന്തിനാണ് നിങ്ങൾ എതിർക്കുന്നത്? ഏത് ഭൂരിപക്ഷം? ഒരു ഭൂരിപക്ഷവും ഇല്ല. അതായത് സംഘപരിവാറാണ് ഈ ഐഡിയ കൊണ്ടുവന്നിട്ടുള്ളത്. ഒറിജിനലി ജവഹർലാൽ നെഹ്റു അടക്കമുള്ള ആൾക്കാർ അതിന് അനുകൂലമായിരുന്നു. അപ്പോൾ വക്കീൽ പറഞ്ഞത് ഗോവയിൽ നടപ്പാക്കിയിരുന്നു. വാട്ട് ഇസ് ദ പോപ്പുലേഷൻ ഓഫ് ഗോവ? 1. നമ്പർ 2, ഗോവ വാസ് അണ്ടർ പോർച്ചുഗീസ് റൂൾ ടിൽ 1961.
അപ്പോൾ അന്ന് വന്നൊരു സംഭവമാണ് ശ്രീല പറഞ്ഞ മാതിരി തന്നെ ഇത്രയധികം ഉപസംസ്കാരങ്ങളുള്ള ഈ രാജ്യത്ത് നിങ്ങൾ എങ്ങനെ ഒരു ഏകീകൃത സംസ്കാരം കൊണ്ടുവരും? അല്ല, അതാണ് ഇപ്പൊ പറഞ്ഞത്. എല്ലാ മതവിഭാഗങ്ങളിൽ നിന്നും ഏറ്റവും നന്മയുള്ള, ഏറ്റവും നല്ല ജെൻഡർ അതൊരു പുതിയ അക്ബർ ദീനിലാഹി ഉണ്ടാക്കിയ മാതിരി അത് പുതിയൊരു മതമായിട്ട് മാറും. കാരണം അത് മതത്തിന്റെ കാര്യങ്ങളിലാണ് നിങ്ങൾ ഇടപെടുന്നത്. നിങ്ങൾക്കിവിടെ ഒരു ഉപജാതിയുടെ കാര്യത്തിൽ ഇടപെടാൻ പറ്റൂല. ഡോക്ടർ ഫസൽ, ഇല്ല, ഞാൻ പറഞ്ഞ ഒറ്റ കാര്യം, ഈ മുസ്ലിം മതത്തിൽ ഉള്ള ഒരു വളരെ നല്ല ആചാരമാണ് മെഹർ എന്ന് ഭൂരിപക്ഷം സ്ത്രീകളും പറയുന്നു. വക്കീലിനെ കെട്ടിക്കാണ് മുസ്ലിങ്ങളുടെ ഇടയിലാണെന്ന്. സൗദി അറേബ്യയിൽ ഒരു 50 ലക്ഷം റുപ്യങ്ങൾ 30 കൊടുക്കേണ്ടി വരും. ലീഡിംഗ് വക്കീലാണ്. മുസ്ലിം വ്യക്തി നിയമത്തിലെ ഒരു നല്ല ആചാരാനുഷ്ഠാനം ഇന്ത്യയിൽ എല്ലാ സ്ത്രീകൾക്കും കിട്ടുന്ന ഒരു അവസ്ഥ ഉണ്ടാവുന്നതിന് എന്തിനു നിങ്ങൾ എതിർക്കണം? അല്ല, നിങ്ങളിപ്പോ ജെൻഡർ ജസ്റ്റിസ് ആണോ അതോ സിവിൽ കോഡാണോ അല്ല മുത്തലാഖാണോ ഇതെല്ലാം കൂടെ പലരും ആവശ്യപ്പെടുന്നത്. എല്ലാ മതങ്ങളിലും നല്ലതുണ്ട്, നല്ല ചീത്തയുണ്ട്. ഉദാഹരണം മുഴുവൻ എടുത്തുകൂടെ നമുക്ക്? എടുക്കാം, മെഹർ നമുക്ക് എടുക്കാം, മുത്തലാഖ് നമുക്ക് ഒഴിവാക്കാം. മുത്തലാഖ് വേണ്ട. ഇങ്ങനെ ഈ പറഞ്ഞ രീതിയിൽ എല്ലാറ്റിൽ നിന്നും നല്ല അംശങ്ങൾ എടുത്തുകൊണ്ട് ഒരു യൂണിഫോം സ്ത്രീകള നിങ്ങളുടെയും വക്കീലിന്റെ ഒക്കെ നേതൃത്വത്തിൽ നിങ്ങൾ ഒരു പുതിയൊരു മതമാണ് ഉണ്ടാക്കാൻ പുറപ്പെടുന്നത്. ഈക്വൽ റെസ്പെക്ട് ടു ഓൾ റിലിജൻസ് ആൻഡ് ഓൾ കാസ്റ്റ്സ് ആണ് ഇവിടെ. അപ്പൊ അങ്ങനെ വന്നു കഴിഞ്ഞിട്ട് ഇപ്പോൾ ട്രൈബൽസിന് ചില നിയമങ്ങളുണ്ട് ഇവിടെ. മേഘാലയ, മിസോറാം അവർ പറയില്ല അവർക്ക് ബീഫ് കഴിക്കണമെന്ന് അസംബ്ലിയിൽ പാസ്സാക്കിയില്ല അവർ. അപ്പോൾ നിങ്ങൾ ആദ്യം തന്നെ പറഞ്ഞത് കറക്റ്റാണ്. സിവിൽ കോഡ് വേറെ വിഷയമാണ്, മുത്തലാഖ് വേറെ വിഷയമാണ്. ഈ ഹിന്ദു മാരേജ് ആക്ട് നള്ളിഫൈ ചെയ്തില്ലേ തമിഴ്നാട് അസംബ്ലി 67 അണ്ണാദുരെ മുഖ്യമന്ത്രിയായപ്പോൾ പറഞ്ഞതെന്ന് വെച്ചാൽ ബ്രാഹ്മണ പൂജാരിയും മറ്റെന്താ പറയുക അഗ്നിപ്രദക്ഷിണം ഉണ്ടായാലും അത് രണ്ടും ഞങ്ങൾക്ക് ആവശ്യമില്ല. ഇസ്ലാമിക ശൈലിയിലുള്ള മാരേജാണ് ദ്രാവിഡ മുന്നേറ്റ 67 അസംബ്ലിയിൽ യുനാനിമസ് ആയിട്ട് പാസ്സാക്കിയത്. ഇതൊരു മുത്തലാഖിനെ മീതെ മാത്രം സംസാരം ഒതുക്കേണ്ട, അതായത് ഒരു പുരുഷന് 4 വിവാഹം കഴിക്കാം. അക്കാര്യത്തിൽ എന്താണ് അഭിപ്രായം? അക്കാര്യത്തിൽ നമുക്ക് പാഞ്ചാലി ഇല്ലേ, നമുക്ക് ഉണ്ടായില്ലേ? അതൊരു കാലഘട്ടത്തിൽ പാഞ്ചാലി ഉണ്ടായിരുന്നല്ലോ. അതുമാതിരി അല്ല അതിന്റെ ബഹുഭാര്യത്വം ഹിന്ദുക്കളുടെ ഇടയിൽ ഇല്ലാന്ന് വിചാരിക്കുന്നത് ശരിയല്ല. മുലായം സിംഗ് യാദവിന് 2 ഭാര്യ, കരുണാനിധിക്ക് 2 ഭാര്യ, രാംവിലാസ് പാസ്വാന് 2 ഭാര്യ. അതെന്താ കാരണം എന്നറിയോ? അല്ലാതെ വക്കീൽ വരട്ടെ, ഹിന്ദു മാരേജ് ആക്ടിൽ തന്നെ ഒരു പ്രശ്നമുണ്ട്. അൺലെസ് the first wife gives a complaint, it does not become bigamy. അതാണ് unless the first wife. അതുതന്നെയാണ് ഇവിടെ ഇസ്ലാമിൽ ഇസ്ലാമിൽ പറഞ്ഞിരിക്കുന്നത് എന്താ അറിയോ? ആദ്യത്തെ ഭാര്യയുടെ സമ്മതം വേണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ഈ 2 ഒരേ മാതിരിയാണ്. ആദ്യത്തെ ഭാര്യ അവിടെ ഒബ്ജക്റ്റും ചെയ്യില്ല, ഇവിടെ ആദ്യത്തെ ഭാര്യ ഇതിൽ ഒബ്ജക്റ്റും ചെയ്യില്ല. അപ്പൊ രണ്ടും തതുല്യമാണ്. നിയമം മൂലം ഒരു പുരുഷന് 4 വിവാഹം കഴിക്കാമെന്ന് വരുന്നതും നിയമത്തിനനുസരിച്ച് ആ വിവാഹത്തെ ചലഞ്ച് ചെയ്യാമെന്ന് വരുന്നതും രണ്ടും തമ്മിൽ നല്ല വ്യത്യാസമില്ലേ? അല്ല, ചെറിയ വ്യത്യാസമുള്ളൂ. കാരണം ഞാൻ പറഞ്ഞല്ലോ, ഇത്രയും വലിയ മുഖ്യമന്ത്രിമാർക്ക് അവിടെ 2 ഭാര്യമാരുള്ളത്. പിന്നെന്താ, ഹിന്ദു ഈ കഴിച്ചവളുടെ 2ാമത്തെ ഭാര്യമാർക്ക് ഒരു റൈറ്റും ഇല്ല സ്വത്തിൽ, ഒരു റൈറ്റും ഇല്ല. മുലായം സിംഗിൻ്റെ 2ാമത്തെ ഭാര്യയുടെ മറ്റേ ഇതിൻ്റെ അവർക്ക് റൈറ്റ് ഇല്ല. കരുണാനിധിയുടെ ഭാര്യയ്ക്ക് റൈറ്റ് ഇല്ല, കന്നിമോയുടെ അമ്മക്ക് റൈറ്റ് ഇല്ല. അത് ഭയങ്കര തെറ്റല്ലേ? 2 ഭാര്യമാരുണ്ട്, ഒരു ഭാര്യക്ക് റൈറ്റ് ഉണ്ട്, ഒരു ഭാര്യക്ക് റൈറ്റ് ഇല്ല. മറ്റേ അറ്റ്ലീസ്റ്റ് മറ്റെണ്ണെന്ന് നമ്മൾ ഈക്വാലിറ്റി പ്രൊഡ്യൂസ് ചെയ്യുക. നമ്മൾ അവർക്ക് 4 ഫ്ലാറ്റ് വാങ്ങിച്ചു കൊടുക്കുന്നു ഈക്വലായിട്ട്. ഞാനും അഷ്റഫും കെട്ടുന്നു, 4 കെട്ടുന്നു. ഞങ്ങൾ 4 മാരുതി കാർ ഒരേ മാതിരി വാങ്ങിച്ചു കൊടുക്കുന്നു, 4 ക്രിസ്മസ് കേക്ക് ഇതാക്കുന്നു, 4 തലശ്ശേരി ബിരിയാണി വാങ്ങിച്ചു കൊടുക്കുന്നു. ഈക്വലായിട്ട് ട്രീറ്റ് ചെയ്യണമെന്ന് മാത്രം. എന്നിട്ട് എന്താ ഇതൊന്നും നിങ്ങൾ ആചരിക്കാത്തത്? എന്ത് അത് നമുക്ക് ഒന്നിനെ കൊണ്ടു നടക്കാൻ പറ്റാത്ത നമുക്കാണോ? എനിക്ക് അഷ്റഫിന് ആ ബുദ്ധിമുട്ടുണ്ട്. ശ്രീ അഷ്റഫ് കിടക്കല, മുസ്ലിം മതനിയമം കാലാനുസൃതമായ രീതിയിൽ മാറാതെ ഇന്ന് കാണുന്ന രീതിയിൽ നിലനിൽക്കുന്നത് കൊണ്ടല്ലേ യൂണിഫോം സിവിൽ കോഡ് എന്ന് പറയുന്ന ഒരാശയം പോലും വരുന്നത്? ഇപ്പോൾ ഇന്ത്യയിലെ മുസ്ലിംസിൻ്റെ ഇടയിൽ 0.49 മാത്രമാണ് ഈ മുത്തലാഖ്. അതുപോലെ ഈ SMS-ലൂടെ തലാക്ക്, മറ്റേ ഇമെയിൽ തലാക്ക് എന്നൊക്കെ പറയുന്നത് ഇതെല്ലാം 0.2% മാത്രമാണ്. അത്രയും വളരെ ചെറിയ ഒരു ശതമാനം മാത്രമുള്ള ഒരു വിഷയത്തെയാണ് ഈ പർവ്വതീകരിച്ച് ഇത്രയും വലിയൊരു വിഷയമായിട്ട് അവതരിപ്പിച്ചത്. അതിലേക്കാണ് ഞാൻ വരുന്നത്. മുസ്ലിം രാജ്യങ്ങളിൽ ഈ നിയമങ്ങളിൽ കാലാനുസൃതമായ മാറ്റങ്ങളും പരിഷ്കരണങ്ങളും വന്നുകൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ ഇന്ത്യൻ മുസ്ലിങ്ങൾക്ക് അതിൽ നിന്ന് മാറി നിൽക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം ഇല്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. അഷ്റഫേ, മുസ്ലിം പേഴ്സണൽ ലോ ബോർഡ് ഒന്ന് പാസ്സാക്കി വിചാരിച്ചു. അവിടെ നിന്ന് കോഴിക്കോട് കുറ്റിച്ചിറ മഹലിലാണ് കല്യാണം നടക്കുന്നത്. ഞങ്ങളതൊന്നും കേൾക്കാൻ തയ്യാറില്ല. നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇന്ന് ഇന്ത്യയിലെ മുസ്ലിങ്ങൾക്ക് നിയമപരമായ ഒരു വിഷയത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള ക്രിയാത്മകമായ ഏറ്റവും ശക്തമായ ഇടപെടൽ നടത്താൻ കഴിയുന്ന ഏക ബോഡി അഖിലേന്ത്യാ മുസ്ലിം ചോദിക്കാം. അതായത് ഫസൽ ഗഫൂറിന്റെ മുകളിൽ എന്ത് റൈറ്റാണ് ഓൾ ഇന്ത്യൻ മുസ്ലിം പേഴ്സണൽ ബോർഡിനുള്ള? ഞാൻ തോന്നി ഇവിടെ ചെന്ന് ചെയ്യാൻ പറ്റുമോ? ഒരു റൈറ്റും ഇല്ല. അതാണ് ഒരു മഹല്ലും കാര്യമില്ല. ഞാൻ മുത്തലാഖ് അങ്ങനെ ചൊല്ലിയ മുത്തലാഖ് വല്ല ഗവൺമെന്റിന്റെ നിയമം വരണ വരെ മനസ്സിലല്ലേ?
അല്ലാതെ ഈ മുസ്ലിം പേഴ്സണൽ ലോ ബോർഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളാരും മെമ്പർമാരും അല്ല, നമുക്ക് അതിനെപ്പറ്റി അല്ല, അറിയില്ല. അത്തരം കാര്യങ്ങളിൽ നിരോധിച്ചാൽ ആർക്കും കോടതി പോവാം. അതാ പറഞ്ഞു. അപ്പോൾ ഗവൺമെന്റ് കൊണ്ടുവരുന്നതും വെച്ചാൽ ഒരു ബോർഡ് കൊണ്ടുവരുന്നതും തമ്മിൽ ഡിഫറൻറ്റ് ഉണ്ട്. ഇവർ പറയുന്നതൊക്കെ ഡോക്ടറെ ശൈശവ വിവാഹം ഇന്ത്യയിൽ നിരോധിച്ചിരിക്കുകയല്ലേ? ഞാൻ ഈ ചർച്ചയിലേക്ക് കുറച്ച് കണക്കുകൾ വെക്കുകയാണ്. ഇന്ത്യയിൽ ഏറ്റവും അവസാനം നടന്ന 2010 സെൻസസ് അനുസരിച്ച് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ബാല്യവിവാഹങ്ങൾ, ശൈശവ വിവാഹങ്ങൾ നടക്കുന്നത് ഹിന്ദുക്കൾക്കിടയിലാണ് 84%. മുസ്ലിങ്ങൾക്കിടയിൽ അത് വെറും 11% മാത്രമേ ഉള്ളൂ. 1961 ഇന്ത്യയിൽ ഏറ്റവും അവസാനം ജാതിയും മതവും തിരിച്ചുള്ള വിവാഹങ്ങളെക്കുറിച്ചുള്ള കണക്ക് നടക്കുന്നത്. ആ കണക്കിൽ ഏറ്റവും കുറവ് ബഹുഭാര്യത്വം നിലനിൽക്കുന്ന ഒരു മതം മുസ്ലിം മതമാണ്. ആ മതത്തിനകത്ത് 5.7% ബഹുഭാര്യത്വം മാത്രമേ ഉള്ളൂ. ഹിന്ദുക്കൾ യഥാർത്ഥത്തിൽ 5.8% ബഹുഭാര്യത്വം ഉള്ളവരാണ്. ബുദ്ധമതവും സാംസ്കാരികവും ചരിത്രപരവുമായി പോളിഗമി ഉള്ള ചില ആദിവാസി വിഭാഗങ്ങളുമാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ബഹുഭാര്യത്വം ഉള്ളവർ. തീർന്നില്ല, 1974 5.6% മാത്രമാണ് മുസ്ലിങ്ങൾക്കിടയിൽ ബഹുഭാര്യത്വം. അതേസമയം അപ്പർ കാസ്റ്റ് ഹിന്ദു, സവർണ ഹിന്ദുക്കൾക്കിടയിൽ 5.8% ബഹുഭാര്യത്വമുണ്ട്. बच्ची को ससुराल नहीं मिलते थे, बच्ची को बड़ी होने के बाद भी ससुराल मिलते थे. ഇനി വേറൊരെണ്ണം കൂടിയുണ്ട്, ഡിവോഴ്സ്, വിവാഹമോചനം ഏറ്റവും കൂടുതൽ ഹിന്ദുക്കൾക്കിടയിലാണ്, വളരെ കുറവാണ് ഒരു മതം എന്ന നിലയ്ക്ക് മുസ്ലിങ്ങൾക്കിടയിൽ. അപ്പോൾ യൂണിഫോം സിവിൽ കോഡ് നമ്മൾ എങ്ങനെയാണ് ഒരു മുസ്ലിം പ്രശ്നമായി, അല്ലെങ്കിൽ മുസ്ലിം സ്ത്രീകളെ രക്ഷിക്കുന്ന ഒരു ജെൻഡർ ജസ്റ്റിസ് നിയമമായി നമ്മൾ ആലോചിക്കുന്നത്? കണക്കുകളുടെ ആധികാരികതയെക്കുറിച്ച് എനിക്കറിയില്ല. സെൻസസ് ഡാറ്റ 1961 സെൻസസ് ഡാറ്റ, 1974 ഹിന്ദു മതത്തിൽ നിയമങ്ങൾ ഏകീകരിക്കുകയും കാലാനുസൃതമായിട്ടുള്ള ഒരു പരിവർത്തനത്തിന് ഹിന്ദു സമൂഹം തയ്യാറാവുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ നമ്മൾ ഇതിനകത്ത് എനിക്ക് ഒരു കാര്യം എടുത്തു പറയാനുള്ളത്, 1985 ഷാബാനു ബീഗത്തിൻ്റെ കേസ് വരുന്നു. ഷാബാനു ബീഗത്തിന് കേസിൽ 73 വയസ്സുകാരനായിട്ടുള്ള അവരുടെ ഭർത്താവ് അവരെ മൊഴി ചൊല്ലുന്ന സമയത്ത് കോടതി അവർക്കുള്ള ജീവനാംശം കൊടുക്കേണ്ടതിനെക്കുറിച്ച് കോടതി വളരെ പുരോഗമനാത്മകരമായിട്ടുള്ള ഒരു വിധിയാണ് പുറപ്പെടുവിച്ചത്. പക്ഷേ ആ വിധിയുടെ അന്തസത്തയെ ഉൾക്കൊള്ളാതെ നിയമനിർമ്മാണം നടത്തി ആ വിധിയെ പരാജയപ്പെടുത്തുന്നതിന് നമ്മുടെ സർക്കാർ, ഭാരതത്തിൻ്റെ സർക്കാർ അന്ന് തയ്യാറായി. ന്യൂനപക്ഷത്തെ പ്രീണിപ്പിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി തന്നെയാണ്. ഇദ്ദേഹം പറഞ്ഞു അതിന് സംഘപരിവാറാണ് യൂണിഫോം സിവിൽ കോഡ് നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഏറ്റവും അധികം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതെന്ന്. അന്ന് EMS ഉൾപ്പെടെയുള്ള CPMൻ്റെ പോളിറ്റ് ബ്യൂറോ വളരെ സന്തോഷത്തോടുകൂടി സ്വാഗതം ചെയ്തിട്ടുള്ള ഒരു വിധിയായിരുന്നു ഷാബാനു കേസിലെ വിധി. പക്ഷെ പിന്നീട് എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള അഭിപ്രായത്തിലുള്ള മലക്കമറിച്ചിലുകൾ ഉണ്ടാകുന്നത് എന്നെനിക്കറിയില്ല. ഇപ്പോൾ കേന്ദ്രം ഭരിക്കുന്ന സർക്കാരിന് നല്ല മെജോറിറ്റി ഉണ്ട്. ഈ തരത്തിൽ താങ്കൾ ഇപ്പോൾ നേരത്തെ പറഞ്ഞ പ്രകടനം ഇല്ലല്ലോ. എന്തുകൊണ്ട് മുസ്ലിം വ്യക്തി നിയമം കാലാനുസൃതമായി പരിഷ്കരിക്കാനുള്ള നടപടികൾ എടുത്തുകൂടാ? അതിനുള്ള ചർച്ച തുടങ്ങിക്കൂടാ? ഭാരതത്തിൻ്റെ അല്ലെങ്കിൽ ഭാരതത്തിൻ്റെ ഭരണഘടന മുന്നോട്ട് വയ്ക്കുന്ന തത്വം എന്ന് പറയുന്നത് തന്നെ ഈക്വാളിറ്റി ബിഫോർ ലോ ആൻഡ് ഈക്വൽ പ്രൊട്ടക്ഷൻ ഓഫ് ദ ലോസ് എന്നുള്ളതാണ്. അപ്പോൾ ആ സമത്വത്തിന് ഈ ഒരു വ്യക്തി നിയമത്തിൽ ഉണ്ടാകുന്ന അപാകതകൾ പരിഹരിക്കുന്നു എന്നതിനപ്പുറം എല്ലാവർക്കും ഒരേ നിയമം കൊണ്ടുവരുന്നു എന്നതാണ്. അതാണ് ഇപ്പോൾ നമ്മൾ പുരോഗമനപരമാണ് എന്ന് പറയുന്ന വ്യക്തി നിയമങ്ങൾക്കകത്ത് ഹിന്ദു മതത്തിനകത്തുള്ള കണക്കുകളാണ് നമ്മൾ കണ്ടത്. ബഹുഭാര്യത്വം കൂടുതലാണ്, ബാലവിവാഹങ്ങൾ കൂടുതലാണ്, അതുകൊണ്ടാണ് ഞാൻ വിവാഹമോചനവും കൂടുതലാണ്. ഞാൻ അതുകൊണ്ടാണ് ആദ്യമേ തന്നെ പറഞ്ഞത്, ഒരു യൂണിഫോം സിവിൽ കോഡ് വരാൻ പോകുന്നു എന്ന് പറയുമ്പോൾ അത് ഏത് രീതിയിലാണ് വരുന്നത് എന്നതിനെക്കുറിച്ച് വ്യക്തമായ ധാരണ എനിക്കില്ല. അത് ഹിന്ദു നിയമങ്ങളാണ് അതിൽ വരാൻ പോകുന്നത് എന്ന ധാരണയോടുകൂടി നമ്മൾ സംസാരിക്കേണ്ട.